ഇത് ONIDA 21 ഇഞ്ച് ടി വിയാണ്. ഇതിൻ്റെ കുഴപ്പം ഗ്രെയിൻസ് വന്നുകൊണ്ടിരിക്കുക. ഓണാക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ഇതുപോലെ ഗ്രെയിൻസ് വന്നുകൊണ്ടിരിക്കുക, ഫോട്ടം വരില്ല. എവിടെ കുഴപ്പമൊന്നുമില്ല, അടിച്ചു നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് മീറ്ററിൻ്റെ ബസറിലിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം ലൂസ് കണക്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിൻ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയും. പ്രിൻ്റ് പൊട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾ തട്ടി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് വർക്കിംഗ് വരുന്നുണ്ട്. ഈ പ്രിൻ്റ് പൊട്ടിയതാണെങ്കിൽ ഈ ബസറിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചെക്ക് ചെയ്താൽ അറിയാൻ കഴിയും കുഴപ്പമുള്ള ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. വളരെ കട്ടി കുറഞ്ഞ പ്രിൻ്റ് ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ഇനി നമ്മൾ 10 ohms ഇട്ടൊന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പാർട്സ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് മാറ്റി നന്നാക്കാൻ എളുപ്പമുണ്ട്. ഈ പ്രിൻ്റ് കട്ടായത് മാറ്റി ശരിയാക്കണമെങ്കിൽ കുറേ പണിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താലും അതിൻ്റെ ശരിക്കുള്ള കറക്റ്റ് എവിടെയാണ് പൊട്ടിയതിൻ്റെ, എവിടെ ലൂസ് കണക്ഷൻ ഒന്നുമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള ചിപ്പ് ഐസികളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് അതിന് ലൂസ് ഉണ്ടാകുമ്പോഴാണ് വലിയ പ്രശ്നം വരും. പെട്ടെന്ന് കാണാൻ കഴിയില്ല. ശരിക്ക് അതിൻ്റെ കാലുകളൊക്കെ ചീകി ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇത്രയും തിരഞ്ഞിട്ട് ഇപ്പോൾ കണ്ടത് ഇവിടെ ഈ കാലിൽ ലൂസ് കണക്ഷൻ ഉണ്ട്, ഇവിടെ ഇതുപോലെ ഭാഗത്ത് ലൂസ് കണക്ഷൻ ഉണ്ട്. ഈ ഭാഗങ്ങളിലാണ് ലൂസ് കണക്ഷൻ ഉള്ളത്. ഇവിടെ ഒന്ന് ഇത് ലൂസാണ്. ഇതുപോലെ ഈ കാല് ലൂസാണ്. ഇവിടെ ലൂസ് കണക്ഷൻ ഉണ്ട്. അതൊക്കെ ഡ്രൈ ആയതാണ് ശരിക്ക്. ഇവിടെ ചെറിയ ലൂസ് കണക്ഷൻ കാണുന്നുണ്ട്.
ഇനി സോൾഡർ ചെയ്ത ഭാഗത്തൊക്കെ ലെൻസ് വെച്ച് നോക്കണം. ഐസിൻ്റെ കാല് തമ്മിൽ തട്ടിയിട്ടുണ്ടോ നോക്കാം. തമ്മിൽ തട്ടിക്കഴിഞ്ഞാൽ ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ചിപ്പ് ഐസി ഒന്നും ചെയ്യാൻ കഴിയില്ല. ചിപ്പ് ഐസി മാറ്റുന്ന വേണ്ടി. അതുപോലെ ഈ ഭാഗത്ത് ഓഡിയോ വീഡിയോൻ്റെ ഭാഗമാണ്, ഈ ഭാഗത്ത് സോൾഡർ ചെയ്യുക. ലൂസ് കണക്ഷൻ ഉണ്ടായാൽ അതും പിക്ചർ വരില്ല. അപ്പം ഏകദേശം സോൾഡർ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോഴേ അറിയുള്ളൂ. ഈ ഡിക്കോഷൻ കോയിലിന് ചെറിയൊരു ഇളക്കമുണ്ട്. ഈ ഇളക്കം സോൾഡറിങ് വിട്ടതൊന്നുമല്ല. എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ അറിയാം. കുഴപ്പമൊന്നുമില്ല, അപ്പം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്ത് നോക്കാം വീഡിയോ ഇട്ടിട്ട്. ക്ലിയറായി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.